പിടിക്ക പിടിക്ക. ഞാൻ പിടിച്ചിട്ടില്ല. അയ്യോ കാല്. എവിടെ നോക്കിയാടാ പിടിച്ചത്? ആര് പിടിച്ചു? ഞാൻ പിടിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു എടുത്ത് പോക്കാൻ? ഞങ്ങൾ 3-4 കൂടെ പിടിച്ച് പൊക്കുമ്പോ നിന്നോട് പറഞ്ഞു വേറെ ആരെങ്കിലും വന്ന് പറയണോ പിടിക്കാൻ? എന്താ ഓ എന്റെ ഭഗവതി, ഞങ്ങള് സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. എങ്ങോട്ട് വരികയായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാ. എടാ, എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായി ഈ തകർത്തിട്ടിരിക്കുന്നത്. ഓഹോ, പഴയ സാധനങ്ങളായിരുന്നോ? ഞാൻ പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. സാരമില്ല. കൊട്ടാരത്തിലെ ആന്റിക് സാധനങ്ങളെല്ലാം പൊട്ടിച്ച് തവിടുപൊടിയാക്കിയിട്ട് ഇപ്പൊ സാരമില്ലെന്നോ? എടാ സുന്ദരേശ, ഇവനിത് എവിടെ പോയി കിടക്ക? സുന്ദരേശ, ഇത്ര അടുത്ത് നിന്നിട്ട് എന്തിനാ കഴുത ഇങ്ങനെ കാണുന്നത്? അടുത്തേക്കല്ല കഴുത എന്റെ ഒച്ചെടുത്ത് വിളിക്കുന്നേ. നീ ന്യായം ഒന്നും പറയാണ്ട് ഈ സാധനങ്ങളെല്ലാം ഇവന്റെ പേര് പറ്റരുത്. നശിപ്പിച്ച സാധനങ്ങളെല്ലാം വില ഈടാക്കാണ്ട് ഇവനെ പുറത്തയക്കണ്ട. തമ്പു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. താൻ വന്ന് പറ്റു പുസ്തകത്തിൽ ഒപ്പിട്ടിട്ട് പോയിക്കോ. സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ അവസാനം എഴുതി ചേർത്തോളാം. ഇനിയും പൊട്ടിക്കാനുണ്ടല്ലോ മാർക്ക്. പിന്നെ പൊട്ടിച്ചില്ല. പുരാവസ്തു ഒരിക്കൽ കൂടി തറ വിടാതാ. ഞാൻ മതി 2 ഒപ്പിട്ട് വന്നോളാം. ഇനി ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും കൈകൊണ്ട് തൊട്ടോ ആ കഴിഞ്ഞ വെട്ടിക്കളെ. നിന്നെ ഒന്നും പിരിച്ചുവിടാൻ പറ്റാത്തോണ്ട് എന്റെ കുത്തുവാൾ അടുപ്പിക്കാന്നുള്ള വിചാരം. പണിയെടുപ്പിച്ച് നിന്റെ മുതലും പലിശയും ഈടാക്കി നിന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസർ കൊടുത്ത് വിടും. കാലി കുരുവോ? എന്താണ് അവിടെ നിന്നവനെ? അവന്റെ കൊടു. നീ പോയി ഫർണിച്ചർ എടുത്ത് നോക്കിയാൽ സഹായിക്കും. നിക്കണ അവിടെ. നിന്നോടല്ല, നീ പോ. നീ ഇങ്ങോട്ട് പോന്നു. ഫർണിച്ചർ എടുത്ത് വെക്കാൻ ഫർണിച്ചർ തൊട്ട് പോരുത്. കോണി കയറി ആവശ്യമില്ലാത്ത ആണിയൊക്കെ പറിച്ചോളാം. പോ. ആവശ്യമുള്ള ആണി ആവശ്യമില്ലാത്ത ആണി എങ്ങനെ തിരിച്ചറിയാം?